1869 ജനനം 1883 കസ്തൂർബ ഗാന്ധിയെ കല്യാണം കഴിച്ചു 1887 മെട്രിക്കുലേഷൻ പാസ്സായി 1888 ഇംഗ്ലണ്ടിലേക്ക് നിയമപഠനത്തിന് പോയി 1891 ബാരിസ്റ്റർ പദവിയുമായി ഇന്ത്യയിൽ തിരിച്ചുവന്നു 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി ദാദാ അബ്ദുല്ല കമ്പനിയിലേക്കാണ് പോയത്. ദക്ഷിണാഫ്രിക്കയിലെ പീറ്റേഴ്സ്ബർഗിൽ വെച്ച് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഇറക്കിവിടുന്നു. 1894 ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചു. 1899 ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്പസ് രൂപീകരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർക്ക് എതിരെ നടന്ന ബുവർ യുദ്ധത്തിൽ വെള്ളക്കാരെ സഹായിക്കുന്നു. അതിനാൽ 1915 ഗാന്ധിജിക്ക് കൈസറി ഹിന്ദ് അവാർഡ് ലഭിക്കുന്നു. 1901 ഗാന്ധി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം. 1902 ദക്ഷിണാഫ്രിക്കയിലേക്കു തിരിച്ചുപോയി. 1903 ജൂൺ 4 ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. 1904 ഡർബണിൽ ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചു. 1906 ഏഷ്യാറ്റിക് ഓർഡിനൻസിന് എതിരെ ട്രാൻസ്വാൾ സത്യാഗ്രഹം നടത്തി. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതചര്യ ആക്കിയ വർഷം ആണ് 1906. 1908 ജോഹന്നാസ്ബർഗിലെ ജയിലിൽ കിടന്നു. 1909 ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം എഴുതി. 1910 ടോൾസ്റ്റോയ് പാം നിർമ്മിച്ചു. 1913 ഗാന്ധിജിയുടെ ആദ്യ ഉപവാസം. 1915 ജനുവരി 9 ഇന്ത്യയിലേക്ക് തിരിച്ചുവന്നു. ജനുവരി 9 പ്രവാസിയ ഭാരതീയ ദിവസമായി 2003 തൊട്ട് ആചരിക്കുന്നു. 1916 ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനത്തിനാണ് ആദ്യമായി ഗാന്ധി പൊതുവേദിയിലെത്തിയത്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്നോ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിലാണ് ഗാന്ധിയും നെഹ്റുവും കണ്ടുമുട്ടിയത്. 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ നില കർഷകർക്ക് വേണ്ടിയുള്ള സമരം. ഗാന്ധിയുടെ ആദ്യ നിയമലംഘന സമരം. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നത് രാജ്കുമാർ ശുക്ല. ഗാന്ധി നേതൃത്വം വഹിച്ച ആദ്യ സമരം. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് മിൽ സമരം. 1918 ഖേദ സമരം ഗുജറാത്ത്. 1919 ഏപ്രിൽ 6 റൗളറ്റ് സത്യാഗ്രഹം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രവും നവജീവൻ എന്ന ഗുജറാത്തി പത്രവും ആരംഭിച്ചു. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1920 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചു. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവത്തോട് കൂടി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് NDE ബെൽഗാം സമ്മേളനത്തിൽ പ്രസിഡന്റായി. 1925 ചർക്ക സംഘം രൂപീകരിച്ചു. 1929 നവജീവൻ ട്രസ്റ്റ് സ്ഥാപിച്ചു. 1930 നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലൂടെ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചു. 1932 അഖിലേന്ത്യാ ഹരിജന സംഘം സ്ഥാപിച്ചു. 1933 ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1934 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു. 1936 മഹാരാഷ്ട്രയിലെ വാർധയിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചു. 1937 നൈ താളീം വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. 1940 വ്യക്തി സത്യാഗ്രഹത്തിലേക്ക് കടന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാന ബഹുജന സമരം. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരണപ്പെടുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധി ബംഗാളിലെ നവകാളിയിൽ ആയിരുന്നു. 1948 ജനുവരി 30 മരണപ്പെടുന്നു.